ഞാനിന്ന് നടക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തിലേക്കാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം, പക്ഷെ അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു കോട്ടയിലോട്ടാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഫറോക്കിലുള്ള ടിപ്പുവിന്റെ കോട്ടയാണ്. അതായത് ഈ ഒരു സ്ഥലത്തോട്ട് കോഴിക്കോട് സിറ്റിക്ക് അടുത്ത് നിന്ന് 12 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ഈ പ്രോപ്പർട്ടിക്ക് അകത്ത്, അതായത് ഈ ഒരു 8 ഏക്കർ വരുന്ന പ്രോപ്പർട്ടിക്ക് അകത്ത് കുറച്ച് ഫോർട്ടിന്റെ റിമൈൻസ് മാത്രമേ നമുക്കിപ്പോൾ കാണാൻ കഴിയൂ. അത് കാണാനാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മൾ ഈ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ആക്ച്വലി അവിടെ ഒരു ഒരു റിലേറ്റീവ്ലി പുതിയൊരു ബിൽഡിംഗ് കാണാൻ കഴിയും. നമ്മൾ അങ്ങോട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബിൽഡിങ്ങിന് ഫോർട്ടുമായിട്ട് ഡയറക്റ്റ്ലി യാതൊരു ബന്ധവുമില്ല. 1998 കോമൺവെൽത്തിന് ഈ ബിൽഡിംഗ് കൈമാറിയ ശേഷം വന്ന ബിൽഡിംഗ് ആയിരിക്കാം ഇത് എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് നമ്മളുടെ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. 1998 രാജീവ് ഗാന്ധി കേരളത്തിലോട്ട് വന്നു. ഓക്കെ, അന്ന് പുള്ളിക്കാരനാണ് ഇങ്ങനത്തെ ഒരു ടിപ്പുവിൻ്റെ ഫോർട്ട് ഈ ഫറോക്കിലുണ്ട് എന്ന് ആദ്യമായിട്ട് ഇന്ത്യക്ക് മുന്നിൽ തുറന്ന് കാണിച്ചത്. അതുവരെ ടിപ്പുവിൻ്റെ ഫോർട്ട് പാലക്കാട് മാത്രമേ ഉള്ളൂ എന്നാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിന്ന് കാണിക്കാൻ പോകുന്ന ആ ഫോർട്ടിൻ്റെ ചില ഭാഗങ്ങളാണ്. നമുക്കത് എന്തായാലും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള നോക്കാം. ഞാൻ ആർക്കിടെക്ട് ഭവിത്, എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് തുടങ്ങുന്നതിന് മുന്നേ ഈ അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ അമർത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഫറോക്ക് ഫോർട്ടിൻ്റെ അല്ലെങ്കിൽ ടിപ്പുവിൻ്റെ ഫറോക്കിലെ ഫോർട്ടിൻ്റെ റിമൈൻസ്. ഓക്കെ, ഈ ഒരു ഏരിയ ഏകദേശം 8 ഏക്കർ ഉണ്ട്. ഓക്കെ, ഈ 8 ഏക്കറിൽ പല സ്ഥലങ്ങളിലായി നമുക്ക് ട്രെഞ്ചസ് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, ടവറിൻ്റെ റിമൈൻസ് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, കിണറിൻ്റെ റിമൈൻസ് കാണാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ അടുത്ത് 2020 ഇതിൻ്റെ എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ആ ഒരു കേസൊക്കെ കൊടുത്ത് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു. കുറച്ച് ആർക്കിയോളജിസ്റ്റൊക്കെ ഇവിടെ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ അറിയില്ല. എന്തായാലും ഏകദേശം 1770s അടുത്താണ് ഈ ഒരു ഫോർട്ടിൻ്റെ പണി തുടങ്ങിയത്. ടിപ്പു സുൽത്താൻ ഏകദേശം 2.5 വർഷത്തോളം എടുത്തു ഈ ഒരു ഫോർട്ട് നിർമ്മിക്കാൻ. കാത്തോടുന്ന് കയറി നോക്കാം. ഈ ഒരു പാറക്കുന്ന് എന്ന ഭാഗം, അതായത് ഫറോക്കിനടുത്തുള്ള പാറക്കുന്ന് എന്ന ഈ ഒരു ഭാഗം ഏകദേശം 12 കിലോമീറ്റർ ഉണ്ട് കോഴിക്കോട് നിന്ന്. ഓക്കെ, ഇത് നമ്മളുടെ രാമനാട്ടുകരയിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. നമ്മളുടെ ഫറോക്ക് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് ബാക്കിലാണ് ഒരു ഈ ഏരിയ. ഈ കാണുന്നത് വെട്ടുകല്ലിൻ്റെ ഒരു കേവ് പോലത്തെ സ്ഥലത്താണ്. ഓക്കെ, ഇതാണ് ഇപ്പം നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ള കാണാൻ പറ്റിയൊരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ സാമൂതിരിയുടെ കീഴിലായിരുന്നു ഏകദേശം 1700s ഒക്കെ വരെ. അതിനുശേഷം നമ്മൾ ഹൈദർ അറ്റാക്ക് ചെയ്തു, ടിപ്പു അറ്റാക്ക് ചെയ്തു. ഓക്കെ, 1788 ടിപ്പു ഈ ഒരു മലബാർ ഏരിയയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത്. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഏരിയ ടിപ്പുവിൻ്റെ ഭാഗമായിരുന്നു. ഒരു പവർഫുൾ പ്ലേസ് തന്നെയായിരുന്നു ഈ ഫറോക്കിൽ ഈ ഒരു പ്ലേസ്. ഫറോക്ക് എന്ന് നമ്മളിപ്പോൾ പറയുന്നത് ഇതിൻ്റെ ആദ്യത്തെ പേര് ഫറോഖാബാദാണ്. ഓക്കെ, ബ്രിട്ടീഷുകാരാണ് അവരുടെ സമയം വന്നപ്പോൾ ഇത് കൈയടക്കി ശേഷം അതിന് ഫറോക്ക് എന്ന സിംപ്ലർ നെയിം കൊടുത്തത്. ഓക്കെ, അതിനുശേഷം നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഏജൻസീസോ അല്ലെങ്കിൽ നമ്മൾ ഈ കോമൺവെൽത്ത് ഗ്രൂപ്പിൻ്റെ ആൾക്കാർക്ക് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ് ഈ ഏരിയ കൊടുത്തു. എങ്കിലും 1991 അവരാണ് ഈ ഒരു ഫോർട്ടിൻ്റെ അവസ്ഥ ഇത്രയ്ക്ക് മോശമായിട്ടുള്ള രീതിയിൽ ഡിസ്ട്രക്ട് ചെയ്ത് ആക്കി വെച്ചതെന്നാണ് രേഖകൾ പറയുന്നത്. അതിൽ എന്തെങ്കിലും ഒപ്പോസിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കടയിൽ കമൻറ്റ് ചെയ്യാൻ നമുക്ക് അതിൽ കൂടുതൽ ഡിബേറ്റ്സ് നടത്താമെന്ന് തോന്നുന്നു. ഞങ്ങൾ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഈ ഒരു ഏരിയക്കകത്ത് ഈ ഒരു സ്ട്രക്ചർ, ഈ ലാറ്ററൈറ്റ് കൊണ്ടുള്ള ഈ ഭംഗിയുള്ള സ്ട്രക്ചർ, പിന്നെ ഒരു ട്വിൻ വെൽ, അതായത് 2 ഇരട്ട കിണറുകൾ, പിന്നെ ഒരു വലിയൊരു കിണറുമാണ് ഈ ഒരു ഏരിയക്കകത്തുള്ളത്, ഈ ഒരു 8 ഏക്കർ ഭൂമിക്കകത്തുള്ളത്. നമുക്കത് കണ്ടുപിടിക്കാൻ നോക്കാം. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ഹെൽപ്പോ അല്ലെങ്കിൽ ഗൈഡോ ഒന്നുമില്ല. ഞങ്ങൾ തന്നെയാണ് ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ഫുള്ള് നടന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ഏരിയ കാണാൻ പറ്റും. ഇതിനൊരു ബലക്ഷയം വന്നിട്ടായിരിക്കണം അവരിവിടെ ഒരു സെക്ഷൻ വെച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. ഇവിടെ ചെറിയൊരു നോക്കി മനസ്സിലാവും ഗ്രില്ലും കാണാൻ പറ്റും. കാരണം ഇതൊരു ചാലിയാറിൻ്റെ സൈഡിലുള്ള സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് പല തുരങ്കങ്ങളും ചാലിയാറിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. യഥാസ്ഥിതി നമുക്കറിയില്ല. നമുക്കെന്തായാലും റിമൈൻസ് ഉണ്ടോക്കെ ഒന്ന് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഇത് ഈ 8 ഏക്കർ ഏരിയയുള്ള ഈ കോമ്പൗണ്ടിൻ്റെ അകത്തുള്ള ഒരു ട്വിൻ വെല്ലാണ്. ഇവിടെ നമുക്ക് 2 കിണറുകൾ കാണാൻ പറ്റും. ഇവിടെ ഒന്ന്, ഇതിനകത്തോട്ട്. ഓക്കെ, പിന്നെ നമുക്ക് അവിടെ ഒന്ന് കാണാൻ കഴിയും.
ഇത് ഓൾമോസ്റ്റ് എല്ലാം മൂടപ്പെട്ട നിലയിലാണ്. നമ്മൾ ഇത്ര നേരം കണ്ട റിമൈൻസ് എല്ലാം നമ്മൾ നേരത്തെ അല്ലെങ്കിൽ ആദ്യം കാണിച്ച ബിൽഡിങ്ങിന്റെ പിൻഭാഗത്തായിരുന്നു. ഈ ഒരു വെല്ല് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഫോർട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇടതുവശത്താണ്. അതായത് ബിൽഡിംഗ് ഫ്രണ്ടിലാണെങ്കിൽ അതിന്റെ വലതുവശത്തായിരിക്കും ഈ ഒരു കിണർ സ്ഥിതി ചെയ്യുന്നത്. ഈ വെല്ല് ആക്ച്വലി ഈ മെറ്റൽ വർക്ക്സ് കൊണ്ടൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്. ഇവിടെ ഒരു തുറക്കാൻ പറ്റിയ ഗേറ്റ് കണ്ടപ്പോൾ ഞാൻ തുറന്നു നോക്കി. അപ്പം നമുക്ക് കിണറിനകത്തേക്ക് പോകുന്ന സ്റ്റെപ്സിന്റെ ഒരു വഴി കാണാൻ കഴിഞ്ഞു. ഓക്കെ, ഇവിടെയുള്ള ഒരു ഹിസ്റ്ററി പറയുന്നത് ഈ സ്റ്റെപ്പ് നേരെ ലീഡ് ചെയ്യുന്നത് ഒരു കേവിലോട്ടാണ്. ആ കേവ് നേരെ ചെല്ലുന്നത് ചാലിയാറിനടുത്തോട്ടാണെന്നാണ് പറയുന്നത്. എന്താണ് ജസ്റ്റ് ഇത് നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ എൻ്റെ അറിവിലുള്ള സ്റ്റോറി ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. 1991 പ്രൊട്ടക്റ്റഡ് മോണ്യുമെൻ്റ് ആയിട്ട് അനൗൺസ് ചെയ്ത ഏരിയയാണ് ഈ ഒരു ടിപ്പോസ് ഫോർട്ട് ഇൻ ഫറോക്ക്. പക്ഷേ ആരും ഇങ്ങോട്ട് വരുന്നില്ല, ആരും ഇത് കാണുന്നില്ല. നമ്മൾ തന്നെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് വന്ന് നോക്കിയതാണ്. എന്തായാലും ഇങ്ങനത്തെ വീഡിയോ കാണാൻ വേണ്ടി ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.